ചേട്ടാ എന്താ അടിക്കുന്നത്? കോഴി ഇവിടെ നിർത്തിയേക്കുവാ കോഴിയെ. അപ്പോഴത്തേക്ക് ഒരു പട്ടി കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ശല്യം, ഈ കോഴി അടിച്ചോണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഇത് വെച്ചൊന്ന് വിരട്ടിക്കൊണ്ടൊക്കെ നിൽക്കുന്നത്. ഇത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണോ? ഇത് പിന്നെ ഞങ്ങളുടെ പരമ്പരാഗതമായിട്ട് അപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ ഉള്ളതാ. ഇത് മരത്തിൽ പോകുമ്പോഴൊക്കെ ഇത് കൊണ്ട് നടക്കും, കൂടെ കൊണ്ട് നടക്കാറുണ്ട്. എന്തിനാണ് കൊണ്ടുനടക്കുന്നത്? ഇത് നമുക്ക് ഈ വനത്തിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് ഈ ഇതുണ്ടല്ലോ, അപ്പൊ ഈ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഇപ്പൊ നല്ല വഴി കൂടെ അല്ലല്ലോ പോകുന്നതല്ലോ, റോഡ് പോലുള്ള സ്ഥലങ്ങളൊന്നും അല്ല, ഇപ്പൊ ഒറ്റക്കാട്ടിലൂടെ ഒക്കെ അല്ലേ പോകുന്നത്. അപ്പോഴത്തേക്ക് ഇതപ്പോ നമ്മളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ജീവികൾ നമ്മൾ അവരുടെ ഇടയിലോട്ട് ചെല്ലുവാണ് എങ്കിൽ പോലും നമുക്കും കടന്നു പോകണ്ടേ, നമുക്ക് രക്ഷമുണ്ടേ. നമുക്ക് അതെ, അതിനുവേണ്ടി ഇത് വെച്ചിട്ടേ ഈ പൊത്തിലും അവിടെ ഇവിടെ ഈ കല്ല് വെച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ വേറെ ദോഷങ്ങളൊന്നുമില്ല. ഇല്ല, ഇത് വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ആനയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും മൃഗങ്ങളൊക്കെ പുലിയോ മറ്റു പടക്കം ഉണ്ടെങ്കിലോ അവർക്ക് ഒരു വിഷയമില്ല. അവർക്ക് അറിയാം അങ്ങനെ ഒരു സൗണ്ട് കേട്ട അവര് ഉറക്കത്തിൽ ഒഴിച്ച് അവരങ്ങ് മാറിപ്പോകും. അങ്ങനെ പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, അവർ അവരുടെ വഴിക്ക് പോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സഹായിയായിരുന്നു, രക്ഷാകവചമാണ്. ഇതിന് പ്രത്യേക പേര് വല്ലതും ഉണ്ടോ? ഇതിനെ വില്ലെന്നാ പറയുന്നത്. വില്ലെന്ന് തന്നെ പറയുന്നത്, അല്ലാതെ വില്ലായിട്ടൊന്നുമില്ല, ഉപദ്രവിക്കുന്നതൊന്നുമല്ല. ഇല്ല, അമ്പും വില്ലും അങ്ങനൊന്നും ഇല്ല. ഇതുപോലെ ഈ കാക്കയൊക്കെ നമ്മളെ ഈ പുഴുക്കളൊക്കെ ഉണങ്ങാനിടുമ്പോഴത്തേക്ക് കാക്ക വന്ന് ശല്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചുമ്മാ ഇങ്ങോട്ട് ചാരി വെച്ചാൽ മതി, പിന്നെ കാക്ക വരുന്നില്ല. ഇതിലാ കല്ല് വെച്ച് അടിക്കുന്നത്. ഇത് ഭയങ്കര ഇതിനകത്ത് വെച്ച് കല്ല് വെച്ച് അടിക്കുന്നത്. ഇതിങ്ങനെ വിളിച്ചാൽ മതി, അടുക്കാൻ പിടിക്കണ്ട. നമുക്ക് ഇങ്ങോട്ട് ചരിക്കാം, ഇത് ഇങ്ങനെ ചരിച്ച് ഇപ്പുറത്തൂടെ പിന്നെ ചെയ്യാറുണ്ട്, അപ്പുറത്തൂടെയും ചെയ്യാറുണ്ട്. അടിപൊളി. അപ്പൊ നമ്മള് വനത്തിനുള്ളിലെ ഒരു മാണിക്യത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. നല്ലൊരു പാട്ടെന്ന് പറയാം. ഇപ്പൊ നമ്മളെ അമ്മ വില്ലുവൊക്കെയായിട്ടല്ലേ, വില്ലുവൊക്കെയായിട്ട് നിൽക്കുമ്പോ നമുക്കിപ്പോ എനിക്കിപ്പോ പെട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാട്ടാണ്, ഞങ്ങളുടെ വനത്തിലൊക്കെ ഉള്ള ഇതിന്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് ഏറുമാണൊക്കെ കെട്ടി അത് വിൽക്കുമ്പോ ഈ കാവൽ നിൽക്കുമ്പോഴത്തേക്ക് ഉറക്കം വരാതിരിക്കാനൊക്കെ ഇട്ട് പാടുന്ന പാട്ടുകൾ, ഒരു കോമഡി പോലുള്ള പാട്ടുകളാണ്. അത് വലിയ എല്ലായിടത്തും നല്ല പ്രചാരമൊന്നും ഇല്ല. ഞാൻ ഞങ്ങളുടെ പഴയ ആൾക്കാരുടെ കേട്ടിട്ട് പിന്നെ കേട്ടിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ തെക്കൻ നാട്ടിലൊക്കെ പോയ സമയത്തും ഒക്കെ കൂടുതൽ കേട്ടാണ്, അപ്പോഴൊക്കെ കൂടുതൽ കിട്ടിയത്. അതിലെങ്ങനെ പാടുന്നത് ഇങ്ങനെ ഈ കാട്ടിടയിനാർക്ക പോലൊരു പാട്ടുപാടിനതാരുക, കൂട്ടിരുപ്പവരോരുറങ്കരുതാട്ടണം മഴ പോലുമാ. ഭയങ്കര മഴയാണ്, നമ്മൾ ഉറങ്ങരുത് എന്നൊക്കെ വിളിച്ച് പറയുന്നത്. ഏത് ഭാഷയത്? ഇത് ഞങ്ങളുടെ കാണി ഭാഷയിലാണ് പറഞ്ഞതാണ്. മടന്ത കൊണ്ട് വന്നറഞ്ചു കുട്ടിനെ മടിച്ചിടകള കോളുക്കു, മയക്കിരുന്നൊരു തുടുപ്പ് കൊണ്ട് വന്നടിച്ചുട്ട മിടി മുതുകത്ത്. മടന്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധനം ഉണ്ടല്ലോ, ചീനെ പോലെ. ഞങ്ങളുടെ ഈ പണ്ട് ആദിവാസികളെല്ലാം ഈ വയലിന്റെ വക്കിലൊക്കെ ഇങ്ങനെ ശരിക്കും കളിക്കുന്ന സാധനം, കളിച്ചു വരുന്നതാണ്. ഈ ചേമ്പ് പോലെ തിരിക്കുന്ന ഒരു സാധനം. അതിന്റെ ഈ ഇളം തണ്ടൊക്കെ എടുത്തിട്ട് ഇത് അമ്മയൊക്കെ പോയി വെയിലത്തൊക്കെ പോയി ഇത് വയലിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് അരിഞ്ഞെടുക്കാൻ പറയുമ്പോഴത്തേക്ക് മോള് മടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ ചീനയൊക്കെ ഇളക്കുന്ന തുടുപ്പുണ്ടല്ലോ, ഇതെടുത്ത് മുഖത്ത് നീ ചെയ്യത്തില്ല അടിച്ചത്. അതാണ് ഇതിന്റെ, അതായത് ആ വരിയുടെ ആവശ്യം. അതെ അതെ. എന്നിട്ട് പിന്നെ കൊലുവ കുത്തിയടച്ചു വെച്ചൊരു കുടംബവാങ്ങിനെ കൊലുവ എന്ന് പറയുമ്പോൾ വയലിലേക്കാണ് ഈ മട ഉണ്ടല്ലോ, അവിടെ ഈ കൊച്ചു ഈർക്കിൽ വെച്ചിട്ട് കുടമ്പെന്ന് പറഞ്ഞൊരു സാധനം മീൻ പിടിക്കുന്നതിന്. ഇത് ഈ പ്രായമായവർ ചെന്ന് അടച്ച് ചെവിയാക്കി ഇത് മീൻ പിടിക്കാൻ വെച്ചിട്ട് ഈ പിള്ളേരുണ്ടല്ലോ എവിടെ ഒരു ഇതല്ലേ പ്രായമല്ലേ എടുക്കുന്നോ? അവര് അല്ല എടുക്കുന്നെങ്കിൽ എടുത്തോ. ഞാൻ പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചില്ല. അപ്പൊ അങ്ങനെ അല്ല, ഞാനിവിടെ അതിനകത്ത് പ്രേമാന്ന് കേട്ടാ. അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവര് ഈ വാലറ്റത്തൊരു കെട്ടിയാണ് ഇത് ഞാൻ വെച്ചേക്കുന്നത്, മീൻ ഇറങ്ങി പോകാതിരിക്കാൻ. യവന്മാര് കളിച്ച് ചെയ്തിട്ട് കിളവന്റെ അറിയാതെ ഇത് അയച്ചങ്ങ് വിടും. യവന്മാർക്ക് ഇത് വന്ന് നോക്കിയിട്ട് പിന്നെ ശരിയാക്കി വെച്ചിട്ട് പോകുമ്പോൾ യവന്മാര് പിറ്റേന്ന് മീൻ കിട്ടുമ്പോൾ വരും കേട്ടോ. ഒന്നും വേണം വേണ്ട അപ്പ ഒന്നും കൊടുക്കത്തില്ല. അതാണ് ഒരു കരികല്ലി പോലും കൊടുക്കിന്റെ. അത് കഴിഞ്ഞിട്ട് കൈകി വെച്ചൊരു കരിച്ചക്കാരകൻ ചവറ്റുടച്ചൊരു കുറുവരെ എടുത്തു വീതു കൊണ്ടാടുപ്പം പാച്ചിനെ പിരയിലെ മുത്തിയാളുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കരിച്ചക്കാരൻ എന്ന് പറയുമ്പോൾ ഈ കാരകം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിയെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഈ സാധനമാണ് കാരൻ. അപ്പോൾ കരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കരി പിടിച്ച പഴയ ശൈലി കേട്ടോ. അപ്പോൾ കഴുകി വെക്കും. അപ്പോഴത്തേക്ക് ഇത് ഈ പിള്ളേർ വന്നിട്ട് ചവിട്ടി പൊട്ടിച്ചുകളെ ഈ വെയിലത്ത് ചുടക്കി കഴുകിയാണ് എടുക്കുന്നത്. അപ്പോഴത്തെ ഈ പിള്ളേരെ കേട്ടോ പിന്നെ തള്ള വഴക്ക് പറഞ്ഞുകൊണ്ട് ഓട്ടിക്കുന്നതാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട്
പിരച്ചം വെച്ചിനെ പിരച്ച പലകൻ എടുത്തു മാറ്റിനെ കുറുവരെ മൊയ്ത്ത ചിതയും പറഞ്ഞുകൊണ്ടായി കുറുട്ടു മന്ദിരച്ചാനി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നം വെക്കുന്ന പലകയൊക്കെ ഉണ്ടല്ലോ നെല്ല് കാരണം കേട്ടോ ഈ മന്ത്രവാദികളുടെ ഒക്കെ വീട്ടിലൊക്കെ ഉള്ളതാണ്. ഇതൊരു സ്വസ്ഥമായിട്ട് കെട്ടി ഭദ്രമായി അവര് സൂക്ഷിച്ചേക്കും. വേറൊരു കർമ്മം വരുമ്പോഴേ ഇത് എടുത്തോണ്ട് പോകത്തുള്ളൂ. ഇത് ഈ പിള്ളേർക്ക് ഇതൊന്നും അറിയണ്ട, ഭദ്രതയും അറിയണ്ട, ഇതിന്റെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇവരിതെടുത്ത് മാറ്റികളെ. കാണുമ്പോഴത്തേക്ക് മൂപ്പില വന്ന് കാണുമ്പോൾ ഇത് കാണത്തില്ല. കാണുമ്പോഴത്തേക്ക് മൂപ്പില യോമാരെ ചീത്തയെ വിളിച്ചോട്ട് ഓട്ടിക്കുന്നത് അതങ്ങനെ കേട്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാം കോമഡി ചേർത്തിട്ടുള്ള 4 വരികളായിട്ടാണ് ആ ഒരു പാട്ട് പിന്നെ പാടുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടന്റെ ഈ ഒരു നാടൻ പാട്ടല്ലേ? ആ നാടൻപാട്ട് ഞങ്ങളുടെ ആദിവാസിയില് നാടൻ പാട്ടുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. അന്നേരം ഇവരുടെ ഉള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകളാണ്. എന്തായാലും വളരെയേറെ സന്തോഷം ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. ഈ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഇനി നമ്മൾ കാണുമ്പോൾ ഇതൊന്നും അല്ല, നല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.